യേശുവിനെ അടക്കം ചെയ്ത കല്ലറയെന്ന് പറയുന്നത്. നമുക്ക് കല്ലറയ്ക്കകത്ത് എന്തായാലും കയറണം, എങ്കിലും നമുക്ക് ഈ ലൊക്കേഷനെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഇവിടെ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഗാർഡൻ എന്ന് പറയുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും കല്ലറയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് ആ ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ബൈബിളിൽ വായിച്ച് കേൾക്കുന്ന ആ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ തന്നെയാണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണത്. ബൈബിളിൽ ഇങ്ങനെയാണ്, അതായത് യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. അതും അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറ എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് അരിമത്യാക്കാരൻ ജോസഫ് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചൊരു കല്ലറയാണ്. അവിടെ ആരെയും അതുവരെ അടക്കം ചെയ്തിട്ടില്ല. പുതിയ കല്ലറയായിരുന്നു. അപ്പോൾ അതിനകത്ത് യേശുവിനെ